വിനീതമായ നമസ്കാരം. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനമായി നാം ആചരിച്ചു വരുന്ന ദിവസമാണ് ഇന്ന്. നീൽ ആംസ്ട്രോങ്ങും മൈക്കിളും എഡ്വിനും എന്നീ 3 പേർ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി നാം ആചരിച്ചു വരുന്നത്. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ പോയ ഒരേ ഒരു സ്ഥലം ചന്ദ്രനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മാസം അതായത് ജൂലൈ 14 കൃത്യം 2:45 തന്നെ പുതിയൊരു ചന്ദ്രയാൻ പറന്നുയർന്നു. ഇന്ത്യയുടെ അഭിമാനത്തെ ലോകത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ച ഇതിൻ്റെ പേര് LVM-3 എന്നാണ്. ചന്ദ്രനിൽ വ്യക്തിമുദ്ര പതിക്കുന്നതിൽ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നതിൻ്റെ സാക്ഷികളാണ് നാം. അടൽ ബിഹാരി വാജ്പേയിയാണ് ആദ്യമായി ഇങ്ങനൊരു പ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചത്. 1969 ഇന്ത്യയുടെ ഉരുക്കുകോട്ടയായ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ആദ്യമായി റോക്കറ്റ് നിക്ഷേപണം ഉണ്ടായിരുന്നത്. ആകെ 82 എണ്ണത്തിൽ 73 എണ്ണം വിജയകരമായിരുന്നു. 2008 ഒക്ടോബർ 22 കൃത്യം 6:22 തന്നെ ചന്ദ്രയാൻ 1 പറന്നുയർന്നു. ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള പഠനവും അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനവും മൂലകങ്ങളുടെ സാന്നിധ്യവും കണ്ടെത്തുക, ജലസാന്നിധ്യം കണ്ടെത്തുക തുടങ്ങിയവയായിരുന്നു ചന്ദ്രയാൻ 1ൻ്റെ ലക്ഷ്യങ്ങൾ. 2009 ഓഗസ്റ്റ് 30 ചന്ദ്രയാൻ 1 തൻ്റെ ലക്ഷ്യങ്ങൾ 90% പൂർത്തീകരിച്ചിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. 312 ദിവസം കൊണ്ട് 3400-ലധികം തവണ ചന്ദ്രനെ വലം വച്ചു ചന്ദ്രയാൻ 1. 386 കോടി രൂപയാണ് ഇതിന് ആകെ ചിലവ് വരുന്നത്. ISROയുടെ ദൗത്യമായ ചന്ദ്രയാൻ 2 ജൂലൈ 22, 2019 ശ്രീഹരിക്കോട്ടയിൽ നിന്നും പറന്നു പൊങ്ങി 13 ദിവസം ചന്ദ്രനെ വലം വച്ചു. അവസാന നിമിഷം പരാജയപ്പെട്ട ചന്ദ്രയാൻ 2ൻ്റെ പോരായ്മകൾ നികത്തിയിട്ടാണ് ചന്ദ്രയാൻ 3ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 615 കോടി രൂപയാണ് ഇതിന് ചിലവ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2ന് 5 എഞ്ചിനുകളായിരുന്നു. അത് പരാജയപ്പെട്ടതിനാൽ അതിൽ നിന്ന് ഒരു എഞ്ചിൻ മാറ്റി 4 എഞ്ചിനുകളാക്കി. പുതിയ സെൻസറുകൾ സ്ഥാപിച്ചു. ഊർജോൽപാദനം കൂട്ടാൻ പുതിയ സോളാർ പാനൽ സ്ഥാപിക്കുകയും ചെയ്തു. സെൻസറുകളുടെ പോരായ്മകൾ നികത്താൻ സോഫ്റ്റ്വെയർ ശക്തിപ്പെടുത്തി. 2 വർഷം കൊണ്ട് 100-ലധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇതിൻ്റെ ലാൻഡർ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ. മറ്റൊരു പ്രതിസന്ധികളൊന്നുമില്ലെങ്കിൽ കൃത്യം ഓഗസ്റ്റ് 24 തന്നെ ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യും. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന, നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളുന്ന നിമിഷമാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ